നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം വളരെ സാധാരണയായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലരും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഫൈമോസിസ് എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനിൽ പറയുമ്പം അതായത് പ്രൊപ്യൂസൽ സ്കിൻ പുറമോട്ട് മാറാൻ പറ്റാത്ത ഒരു സ്റ്റേജിനെയാണ് ഫൈമോസിസ് എന്ന് പറയുന്നത്. ഈ ഫൈമോസിസ് എന്ന അസുഖം ഏത് പ്രായത്തിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഈ ന്യൂ ബോൺ സാധാരണയായി ഫിസിയോളജിക്കലായിട്ട് ഇത് കാണുന്നത് ന്യൂ ബോൺ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ അവരുടെ ആ സ്കിൻ പുറമോട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല. അത് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. പിന്നെ പേരൻസിനോട് ഇത് കുളിപ്പിക്കുമ്പോഴൊക്കെ കുറച്ച് ഒന്ന് സ്ട്രെച്ച് ഇതിങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ റിട്രാക്ട് ചെയ്ത് നോക്കണമെന്ന് പറയും. ഏകദേശം 1 വയസ്സ് വരെ, സാധാരണ 1 വയസ്സാകുമ്പോഴത്തേക്ക് ഈ സ്കിൻ ഏകദേശം മുഴുവനായിട്ട് പുറമോട്ട് മാറ്റാൻ പറ്റും. ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില കുട്ടികളിൽ 2 വയസ്സ് വരെ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വയസ്സ് കഴിഞ്ഞിട്ടും ഈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ലെങ്കിൽ അതിനെ നമുക്ക് ഫൈമോസിസ്, അതായത് പിന്നെ പിള്ളേരിലുണ്ടാകുന്ന ഫൈമോസിസ് ആണ്. ആ ഫൈമോസിസ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിന് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. ഇതാണ് പിള്ളേരിലുള്ള ഫിസിയോളജിക്കൽ ഫൈമോസിസ്. ഏകദേശം ഒരു 1 ഇയർ വരെ കാണും. അത് കഴിയുമ്പോഴത്തേക്ക് സ്കിൻ തന്നെ മാറും. അത് കഴിഞ്ഞാൽ ഒരു കൺജനിറ്റൽ ഫൈമോസിസ്, അത് പിള്ളേരിൽ കാണുന്ന ഫൈമോസിസ് ആണ്. ആ സ്കിൻ ടൈറ്റ് ആയതുകൊണ്ട് പുറമോട്ട് മാറാനായിട്ടുള്ള പ്രയാസമുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ചിലപ്പോൾ അത് തിരിച്ച് ബാക്കിലോട്ട് റിട്രാക്ട് ചെയ്യാൻ പ്രയാസം വരുമായിരിക്കും. ഇതാണ് കൺജനിറ്റൽ ഫൈമോസിസ്. കൺജനിറ്റൽ ഫൈമോസിസ് നമ്മൾ നോക്കി അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യണം. എപ്പോഴും ഈ പിള്ളേരിലുള്ള ഫൈമോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ തന്നെയാണ്, സർക്കംസിഷൻ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടി ഒരു പ്രായമായി കഴിഞ്ഞ ഒരു അഡോളസെൻറ്റോ അല്ലെങ്കിൽ കുറച്ചൊരു മിഡിൽ ഏജ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അക്വയർഡ് ഫൈമോസിസ് എന്ന് പറയും. അതായത് നേരത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ ചിലപ്പോൾ ചെറിയ വല്ല ഇഞ്ചുറിയോ, ഈ സിബിനകത്തൊക്കെ ഈ പ്രൊപ്യൂസൽ സ്കിൻ പോയിട്ട് ഇഞ്ചുറി ഉണ്ടായി, സ്കാറിങ് ഉണ്ടായി, ചിലപ്പോൾ അതൊരു ഫൈമോസിസ് ആയിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാം. അത് ഫൈമോസിസ് എന്തായാലും അത് ഫൈമോസിസ് ആയി എന്ന് കണ്ടാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് വേണം. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഓൾഡ് ഏജിൽ ചിലപ്പം ഈ വേറെ മറ്റ് കോമോർബിഡിറ്റീസ്, ഈ ഷുഗർ, പ്രത്യേകിച്ച് സാധാരണയായി കാണുന്ന ഷുഗറിൻ്റെ അസുഖമുള്ളവർക്കാണ്. ഷുഗർ കൊണ്ട് പല പ്രാവശ്യമായിട്ട് ഷുഗർ കൺട്രോൾ അല്ലാതെ വരുമ്പോൾ ചെറിയ ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്കാറിങ് ഉണ്ടാകും. ഈ പല സ്കാറുകൾ വരുമ്പോഴത്തേക്ക് ഈ സ്കിൻ ടൈറ്റ് ആകും, പിന്നെ പുറമോട്ട് മാറാനായിട്ട് വയ്യാതെ വരും. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണുന്ന ഒരു അസുഖമാണ് ഫൈമോസിസ്. ഈ ഫൈമോസിസ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വളരെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കോംപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പിന്നെ വേറൊരു സമയം ഇതിനെക്കുറിച്ച് ഓരോന്നും പറയാം. ഇപ്പം ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫൈമോസിസ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയ ഒരു അസുഖമാണ്. അതിന് ശരിയായിട്ടുള്ള ചികിത്സ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കോംപ്ലിക്കേഷനിലോട്ട് പോകും. നന്ദി. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.